നമസ്കാരം, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഞാനിന്ന് ചെയ്യാൻ പോകുന്ന റീഡിങ്, നിങ്ങളിപ്പോൾ ഒരു ഗോൾ ഉണ്ട്, നിങ്ങൾക്ക് ഒരു ഉദ്ദേശമുണ്ട്. അതിലേക്ക് എത്താനായിട്ട് നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് രണ്ട് ചോയ്സ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പൊ രണ്ട് ചോയ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഏത് ചൂസ് ചെയ്യണം, അതിൽ ഏത് വഴിക്ക് പോയാലാണ് നിങ്ങളുടെ ഗോളിലേക്ക്, നിങ്ങൾക്ക് ഉദ്ദേശത്തിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുക എന്നതിൽ നിങ്ങൾക്ക് ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നമ്മൾ അങ്ങനത്തെ ഒരു റീഡിംഗ് ആണെന്ന് നോക്കാൻ പോകുന്നത്. എനിക്ക് അങ്ങനത്തെ ഒരു പേഴ്സണൽ റീഡിംഗ് വന്നു, അത് ഞാൻ പേഴ്സണൽ റീഡിംഗ് എടുത്ത് കൊടുത്തു. എന്നാലും ഞാനത്, അപ്പൊ നിങ്ങൾ കുറെ പേര് അതിന്റെ ആ ഒരു കൺഫ്യൂഷനിൽ ഇരിക്കുന്നുണ്ടാവും. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള റീഡിംഗ് ആണിത്. അപ്പോ നിങ്ങൾ രണ്ട് ചോയ്സ് ഉണ്ടെങ്കിൽ ഒന്നാമത്തെ ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ വഴി എങ്ങനെയായിരിക്കും, മനസ്സിലായോ? അത് നിങ്ങളെ തെറ്റിലേക്കാണോ ശരിയായ ഗോളിലേക്കാണോ എത്തിക്കുക, രണ്ടാമത്തെ ചോയ്സ് എങ്ങനെയായിരിക്കും. അപ്പൊ അതിൽ നിന്ന് നിങ്ങൾക്ക് ഒരു ചോയ്സ് തിരഞ്ഞെടുക്കാൻ പറ്റും. അത് ജനറൽ റീഡിംഗ് ആണിത്, എല്ലാവർക്കും റെസണേറ്റ് ചെയ്യില്ല. ഇത് കണ്ടിട്ട് ഒരു ഡിസിഷനും നിങ്ങൾ എടുക്കരുത്, കാരണം ഇത് ജനറൽ റീഡിംഗ് ആണ് കേട്ടോ. അപ്പോ നമുക്ക് ഓറക്കൽ മെസ്സേജ് വെച്ച് തുടങ്ങാം. ഭഗവാനെ, ഓം നമ ശിവായ, 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 ഓം നമ ശിവായ. ഇവിടെ നിങ്ങൾ എന്താണ് നിങ്ങൾ അറിയേണ്ടത്, എന്ത് മെസ്സേജ് ആണ് ഭഗവാൻ നിങ്ങൾക്ക് തരാൻ ആഗ്രഹിക്കുന്നതാണ് നമ്മൾ നോക്കുന്നത്. ഇതൊരു കാർഡ് മറിഞ്ഞിട്ടുണ്ട്, ഇവിടെ ഒരു കാർഡ് മറിഞ്ഞിട്ടുണ്ട്. ഈ കാർഡ് ഞാൻ പറഞ്ഞു തരാം എന്താണെന്ന്. ഇനി കാർഡ്സ് എല്ലാം നിങ്ങൾക്ക് വരാനുണ്ടോ എന്ന് നമുക്ക് നോക്കാം. ഇവിടെ പിന്നെയും കാർഡ്സ് വരുന്നുണ്ട്. ഭഗവാനെ, ഓം നമ ശിവായ. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ശക്തിയായിട്ട് നോക്കാം. ഒരു കാർഡും കൂടെ വന്നു, ഭഗവാനെ, വേറൊരു കാർഡും കൂടെ വന്നു. പലരുടെ മെസ്സേജ് ആയിരിക്കും, അറിയില്ല എനിക്ക്. നിങ്ങൾ നോക്കുക, നിങ്ങൾക്ക് റെസണേറ്റ് ചെയ്യുന്നുണ്ടോ മെസ്സേജ്. ഭഗവാനെ, ഓം നമ ശിവായ. പല മെസ്സേജുകളാണ് ഭഗവാൻ ഇവിടെ പറയുന്നത്. ഓക്കെ, അപ്പോ ഇവിടെ 6 കാർഡുകളാണ് വന്നിട്ടുള്ളത്. ഒരു കാർഡ് പറയുന്നത് നിങ്ങൾ വലിയൊരു ദുർഘടം പിടിച്ച ഒരു വഴിയിലാണ്, മീൻസ് ഒരു ജേർണിയിലാണ്, യാത്രയിലാണ് നിങ്ങൾ. അപ്പൊ നിങ്ങളുടെ ഉദ്ദേശത്തിലേക്ക് എത്തുമ്പോഴേക്കും നിങ്ങൾ ആ ഉദ്ദേശത്തിൽ എത്തും, പക്ഷെ അതിലേക്കുള്ള വഴി ഭയങ്കര ദുർഘടം പിടിച്ചതാണെന്ന് പറയുന്നുണ്ട്. പിന്നെ നിങ്ങൾ ദൈവത്തിന്റെ സഹായം ആവശ്യപ്പെടണം, അല്ലെങ്കിൽ പ്രാർത്ഥിക്കണം ദൈവത്തിനോട്. എന്നാലേ നിങ്ങൾ, ചിലരുടെ ഉദ്ദേശം വളരെ മീൻസ് വളരെ ദുഷ്കരമായ ഒരു ഉദ്ദേശമായിരിക്കാം, എന്നുവെച്ചാൽ കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുള്ളതായിരിക്കാം. അപ്പൊ അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾക്ക്, അത് കൂടിയേ തീരുവുള്ളൂ എന്നാണെങ്കിൽ അത് നേടിയെടുക്കാൻ വേണ്ടി നിങ്ങൾ ദൈവത്തിന്റെ സഹായം ആവശ്യപ്പെടേണ്ടി വരും. പിന്നെ നിങ്ങൾ ആ വഴിക്ക് പോകുമ്പോൾ, നിങ്ങളുടെ ഉദ്ദേശത്തിലേക്ക് നിങ്ങൾ പോകുമ്പോ അവിടെ അങ്ങോട്ടുള്ള വഴിയിൽ നിങ്ങൾ പലരെയും സഹായിക്കേണ്ടി വരുമായിരിക്കാം. അപ്പോ നിങ്ങൾ സഹായിക്കുമ്പോ സെൽഫ്ലെസ് ആയിട്ട് സഹായിക്കുക, സ്വാർത്ഥതയോടെ സഹായിക്കരുത് എന്ന് പറയുന്നുണ്ട്. പിന്നെയുള്ള കാർഡ്, നിങ്ങൾ സംസാരിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് സംസാരിക്കണം. നിങ്ങൾക്ക് എന്താണ് വേണ്ടത്, നിങ്ങൾ അതാണ് മറ്റുള്ളവരോട് പറയേണ്ടത്. ഒരു തെറ്റിദ്ധാരണയ്ക്കുള്ള ഇട കൊടുക്കരുത് നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് എന്ന് പറയുന്നുണ്ട്. പിന്നെ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നിങ്ങൾ ഇമോഷൻസിൽ കൺട്രോൾ വെക്കണം. പിന്നെയുള്ളത് പേഷ്യൻസ്, ക്ഷമ, നല്ല ക്ഷമ വേണം. ഇതിലേക്ക് പോകുമ്പോൾ, നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശത്തിലേക്ക് എത്താനുള്ള വഴിയിലേക്ക് കയറുമ്പോൾ, അതിനുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുമ്പോൾ നിങ്ങൾ വളരെ ക്ഷമയോടെ ചെയ്യണം. എടുത്തോ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് കാര്യങ്ങൾ നടന്ന് കിട്ടില്ല, വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. നിങ്ങൾ ചെന്ന് കയറാൻ പോകുന്നത്, നിങ്ങളുടെ ഉദ്ദേശം സാധ്യമാകുക അല്ലെങ്കിൽ നിങ്ങൾ നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ വളരെ ക്ഷമയോടെ, പ്രാർത്ഥനയോടെ നിങ്ങൾ അതിലേക്ക് പോകണമെന്ന് പറയുന്നുണ്ട്. ഇനി നിങ്ങൾക്കുള്ള രണ്ട് ചോയ്സ്, നിങ്ങളുടെ മനസ്സിൽ ഈ വഴി പോണോ അതോ ആ വഴി പോണോ എന്ന് നിങ്ങൾ വിചാരിക്കുന്നത്, ഇത് യൂസ് ചെയ്യണമോ അത് യൂസ് ചെയ്യണമോ, രണ്ട് സാധനങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത്. അതിൽ നിങ്ങൾ ഒന്നാമത്തെ ചൂസ് ചെയ്താൽ എന്തായിരിക്കാം അതിലേക്കുള്ള വഴി, എങ്ങനെയുള്ള വഴിയിൽ കൂടെയാണ് നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശത്തിലേക്ക് എത്താൻ പോകുന്നത്. രണ്ടാമത്തെ ചോയ്സ് എടുത്തു കഴിഞ്ഞാൽ എങ്ങനെയുള്ള വഴി കൂടെ ആയിരിക്കും നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശത്തിൽ എത്താൻ പോകുന്നത്. നമ്മളപ്പോ നിങ്ങളുടെ രണ്ട് ചോയ്സുകളാണ് ഇവിടെ എടുക്കുന്നത്. ഒന്ന്,
2. ഇതാണ് നിങ്ങളുടെ ചോയ്സുകൾ. ഇനി നമ്മൾക്ക് അതിലേക്ക് എത്താനുള്ള വഴി നോക്കാം. നിങ്ങൾ ഈ വഴികളിൽ രണ്ട് വഴികൾ, 1, 2, ഇതില് ഒന്നാമത്തെ ചൂസ് ചെയ്താൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പാത നിങ്ങളെ മുമ്പോട്ട് കൊണ്ടുപോകാൻ പോകുന്നത്, രണ്ടാമത്തെ ചൂസ് ചെയ്താൽ എങ്ങനെയായിരിക്കും നിങ്ങളുടെ പാത നിങ്ങളെ കൊണ്ടുപോകാൻ പോകുന്നത്, അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ നമുക്ക് കാർഡുകൾ എടുത്ത് വെക്കാം. 1, 2, 3. ഒന്നാമത്തെ വഴി സ്വീകരിച്ചു കഴിഞ്ഞാല്, രണ്ടാമത്തെ വഴി സ്വീകരിച്ചു കഴിഞ്ഞാല് ഓക്കെ. അപ്പൊ നമുക്ക് ഒന്നാമത്തെ വഴി എന്താണെന്ന് നോക്കാം. ഒന്നാമത്തെ വഴി പേജ് ഓഫ് സ്വേർഡ്സ് ആണ്, പുതിയ ഐഡിയാസ്. നിങ്ങൾ ഇതിനെ കുറിച്ചിട്ട് നിങ്ങൾ കുറെ സ്പൈ വർക്ക് ചെയ്യാനുണ്ട്. നിങ്ങൾ ഈ പാതയിലേക്ക്, നിങ്ങളുടെ ഉദ്ദേശത്തിലേക്ക് എത്താനുള്ള ഈ വഴിയാണെങ്കിൽ, ഈ വഴി എന്ന് പറഞ്ഞാല് പേജ് ഓഫ് സ്വേർഡ്സ് പറഞ്ഞാൽ കുറെ സ്പൈ വർക്ക്, ഡിറ്റക്റ്റീവ് വർക്ക് ചെയ്യാനുണ്ട്. നിങ്ങളുടെ മനസ്സിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുക, ഇന്നതാണ് എനിക്ക് വേണ്ടത്. അപ്പോ ഒരു കാര്യം തീരുമാനമെടുക്കുക, മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ ശ്രദ്ധിക്കാതിരിക്കുക. നിങ്ങളുടെ മനസ്സിൽ വരുന്ന ചഞ്ചലമായ ഐഡിയാസിന് നിങ്ങൾ ശ്രദ്ധ കൊടുക്കരുത്. പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഐഡിയ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു സ്വീകരിച്ചു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ വേറെ കാര്യങ്ങളെ കുറിച്ച് ചിന്തിച്ച് വഴി തെറ്റി പോകരുത്. നിങ്ങൾ തീരുമാനിക്കണം ഈ വഴിക്കാണ് നിങ്ങൾ പോകുന്നതെന്ന്. നിങ്ങളുടെ ഉപദേശം മാത്രം നിങ്ങൾ എടുത്ത് മുമ്പോട്ട് പോവുകയാണ്, മറ്റുള്ളവർ പറയുന്നതിന് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ഓപ്ഷൻ നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ, ഇത് അക്വേറിയസ്, ലിബ്ര, ജെമിനി ആണ്. നിങ്ങളുടെ തന്നെ ഐഡിയയുമായിട്ട് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണ്, മറ്റുള്ളവരുടെ ഉപദേശങ്ങൾ സ്വീകരിക്കുന്നില്ല, ഇതെല്ലാം അവഗണിച്ചിട്ടാണ് നിങ്ങൾ മുമ്പോട്ട് പോകാൻ പോകുന്നത്. അങ്ങനെ വരുമ്പോ നിങ്ങളുടെ പാത എങ്ങനെയായിരിക്കും? 10 of Cups, വളരെയധികം ഇമോഷണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കുന്ന ഒരു പാതയായിരിക്കും. നിങ്ങൾ മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ വകവയ്ക്കാതെ നിങ്ങളുടെ മാത്രം അഭിപ്രായത്തിൽ നിങ്ങളുടെ മനസ്സിൽ എന്താണ് തോന്നുന്നത് ആ ഒരു ഇതിൽ നിങ്ങൾ മറ്റുള്ളവരെ എല്ലാവരുടെയും ഉപദേശങ്ങൾ അവഗണിച്ച് നിങ്ങൾ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെയധികം ഇമോഷണൽ സന്തോഷം ഉണ്ടാകും. അതുപോലെ തന്നെ ഇവിടെ 4 of Pentacles റിവേഴ്സ് ആണ് വന്നിരിക്കുന്നത്. 4 of Pentacles റിവേഴ്സ് ആണ്, കുറച്ചും കൂടെ ഫ്ലെക്സിബിലിറ്റി കിട്ടും. നിങ്ങൾ ആരോടും അഭിപ്രായം, ഇപ്പൊ നിങ്ങൾ ഈ വഴിക്ക് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫ്രീഡം ഉള്ളതെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ ഉപദേശങ്ങളെല്ലാം കേട്ട്, മറ്റുള്ളവർ പറയുന്നത് ഇങ്ങനെ പോകണം എന്നുള്ള ഉപദേശം കേട്ടിട്ട് നിങ്ങൾ മുമ്പോട്ട് പോകുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ ഇവരുടെ പിന്നെയും അഭിപ്രായങ്ങൾ കേൾക്കും. ഞാൻ ഇങ്ങനെയല്ലേ പറഞ്ഞത്, നീ അങ്ങനെ ചെയ്ത്, ഇങ്ങനെ ചെയ്യാതെ അങ്ങനെ ചെയ്തില്ലേ, ഞാൻ പറഞ്ഞത് നീ ശ്രദ്ധയോടെ കേട്ടില്ല എന്നൊക്കെ പറഞ്ഞ് നിങ്ങളെ പിന്നെ അവര് ബുദ്ധിമുട്ടിക്കില്ല. മനസ്സിലായോ? കാരണം ഇത് നിങ്ങളുടെ ഡിസിഷൻ ആണ്. അപ്പൊ പറയുന്ന 4 of Pentacles റിവേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കുറെ ഫ്രീഡം ഉണ്ട്, കുറെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്. മറ്റുള്ളവരെല്ലാം പറയുന്നത് കേൾക്കുമ്പോൾ ആ പുള്ളി ഇങ്ങനെ പറഞ്ഞത്, അപ്പൊ അതുപോലെ ചെയ്തില്ലെങ്കിൽ ആ പുള്ളിക്ക് വിഷമമാകുമോ എന്നൊരു ചിന്ത നിങ്ങൾക്ക് വരില്ല. കാരണം നിങ്ങൾ ആരുടെ ഉപദേശം എടുക്കുന്നില്ല, ഇത് നിങ്ങളുടെ ഡിസിഷൻ ആണ്. അപ്പൊ അവിടെ നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ട്, ഫ്രീഡം ഓഫ് മൂവ്മെന്റ്. നിങ്ങളുടെ ഡിസിഷൻ അല്ലെങ്കിൽ നിങ്ങൾ പോകുന്ന വഴിയുടെ ആ ഒരു എന്താ പറയാ, അതിനെക്കുറിച്ചുള്ള ചിന്തകളൊക്കെ മാറ്റാനുള്ള, അല്ലെങ്കിൽ ആ വഴി അവിടെ ചെല്ലുമ്പോൾ ഇത് ചെയ്യണോ എന്നൊരു ചോയ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് നിങ്ങളായിട്ട് ചൂസ് ചെയ്യാനുള്ള ഒരു വഴി കിട്ടും. അതല്ല മറ്റുള്ളവർ പറഞ്ഞിട്ടാണ് പോകണം, ഇവിടെ ഒരു ചോയ്സ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അയ്യോ ഇനി അവരെ വിളിച്ച് ചോദിക്കണമല്ലോ, ഇത് 2 ചോയ്സ് ഇനി എന്താണ്, ഇത് തെറ്റിക്കഴിഞ്ഞാൽ അവരോട് ഉത്തരം പറയേണ്ടി വരുമല്ലോ എന്നുള്ള ചിന്ത ഒന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല. കാരണം ഇത് നിങ്ങളുടെ ഡിസിഷൻ ആണ്. അവസാനത്തെ കാർഡ് പറയുന്നത് ഇവിടെ ഇത് കാപ്രിക്കോൺ സോഡിയാക് സൈൻ ആണ്, ഡെവൽ എനർജി ആണ്. ഇവിടെ മറ്റുള്ളവരുടെ കൈകടത്തലുകൾ ഒന്നും ഉണ്ടാവില്ല. ആരോടും നിങ്ങൾക്ക് ഒരു എന്താ പറയാ, നമ്മളൊരു കടമ അല്ലെങ്കിൽ ഒരു എന്താ പറയാ, മറ്റുള്ളവരുടെ സഹായം എടുത്തിട്ട് നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ നമുക്ക് കിട്ടുന്ന റിസൾട്ട് മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യേണ്ടി വരും, അല്ലെ? അപ്പൊ മറ്റുള്ളവർ കുറെ പേര് ഇതിനകത്ത് അവർക്കും ഉണ്ട്, എനിക്കും ഇതിൽ അവകാശമുണ്ട് എന്ന് പറഞ്ഞു വരും. അതിന്റെ ഒരു കാര്യവുമില്ല. ഇവിടെ ഒരു കൺട്രോളും നിങ്ങൾ ചെയ്യുന്ന കാര്യം, നിങ്ങൾക്ക് ഫുൾ ഫ്രീഡത്തോടു കൂടി അങ്ങോട്ട് പോകാൻ പറ്റും ഈ ഒരു ഡിസിഷൻ എടുത്തുകൊണ്ട് പോയാൽ എന്ന് പറയുന്നത്. നിങ്ങളുടെ തീരുമാനം അനുസരിച്ച് നിങ്ങൾ മുമ്പോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റുള്ളവരുടെ കൈകടത്തുകൾ ഇല്ലാതെ, മറ്റുള്ളവരുടെ അവകാശവാദങ്ങൾ ഇല്ലാതെ ഇമോഷണൽ ആയിട്ടുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ നിങ്ങൾ ഈ ഗോളിലേക്ക് എത്തുമ്പോൾ കിട്ടുമെന്ന് പറയുന്നുണ്ട്.
രണ്ടാമത്തെ ഓപ്ഷൻ, അതാണ് നിങ്ങളുടെ ആദ്യത്തെ ഓപ്ഷൻ. രണ്ടാമത്തെ ഓപ്ഷൻ ഇവിടെ എംപററെ കാണിക്കുന്നുണ്ട്. എംപറർ നിങ്ങളുടെ ടീച്ചർ ആയിരിക്കാം. ഇത് മറ്റുള്ളവരുടെ ഉപദേശം, എക്സ്പീരിയൻസ്ഡ് ആയ ആളുകളുടെ ഉപദേശം, നിങ്ങളുടെ അച്ഛനാവാം, മുതിർന്ന ജ്യേഷ്ഠനാവാം. ഇവിടെ എംപററെയാണ് കാണിക്കുന്നത്. വളരെയധികം എക്സ്പീരിയൻസസ് ഉള്ള ഒരാളാണ്. പക്ഷെ ഇവിടെ ഒരു പ്രശ്നം വരുന്നത്, ചിലപ്പോ ഇവര് നിങ്ങളെ കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കും. നീ വിചാരിക്കുന്നതൊക്കെ ഒന്നും ശരിയല്ല, നിനക്ക് അതിനെക്കുറിച്ച് വലിയ വിവരമില്ല, എനിക്കാണ് അറിയുന്നത്, ഞാൻ പറഞ്ഞു തരാം എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ചിന്തകൾക്കും നിങ്ങളുടെ വിശ്വാസങ്ങൾക്കും നിങ്ങളുടെ എക്സ്പീരിയൻസിനും നിങ്ങളുടെ ഡിസിഷനൊന്നും ഒരു വിലയും തരാതെ ഒരാള് ഇവിടെ നിൽക്കുന്നുണ്ട്. ഈ വ്യക്തിയുടെ ഉപദേശം കേട്ടിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങൾ രണ്ട് ഓപ്ഷനാണ്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് പോകാൻ തീരുമാനിക്കുന്നുണ്ട്, മുതിർന്നവരോട് സംസാരിച്ചിട്ട് പോകുന്നത്. നിങ്ങളുടെ സ്വന്തം ഇഷ്ടത്തിന് പോയാൽ ഇങ്ങനെ ഒരു ഇതാണ്, നിങ്ങൾ ആ വഴി ഇങ്ങനെ ആയിരിക്കും. അപ്പോ എംപററിന്റെ ഉപദേശം കേട്ടിട്ടാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ ഇവിടെ രണ്ട് പേജസിനെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ എപ്പോഴും നിങ്ങൾ ഈ എക്സ്പീരിയൻസിൽ നിന്നൊന്നും പഠിക്കാൻ പോകുന്നില്ല. നമ്മൾ ഒരാൾ കൈപിടിച്ച് നടത്തുമ്പോൾ, ശരിക്കും പറഞ്ഞാൽ ഒരു കണ്ണ് കാണാത്ത ഒരാൾ കൈപിടിച്ച് നടത്തുകയാണെന്ന് പറയാം. നമ്മളൊന്നും അറിയുന്നില്ല. നമ്മൾക്ക് കണ്ണ് കണ്ടുകൂടാത്ത ഒരാളാണെങ്കിൽ മറ്റുള്ള ആള് വഴി തെളിക്കുകയാണ് നമുക്ക് വേണ്ടി. നമ്മൾ ഒന്നും അറിയുന്നില്ല, നമ്മൾ വെറുതെ മുമ്പോട്ട്, നമ്മൾ അതിൽ നിന്നൊന്നും പഠിക്കുന്നില്ല. നമ്മൾ തന്നെ പോകുമ്പോൾ കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കും. നമ്മൾ ആ നിമിഷത്തിൽ നമ്മൾ ഡിസിഷൻസ് മാറ്റേണ്ടി വരാം, വഴി മാറിപ്പോകേണ്ടി വരാം, അല്ലെ? ആ ഒരൊറ്റ നിമിഷത്തിൽ നിങ്ങൾ പല കാര്യങ്ങൾ ഈ ഒരു എക്സ്പീരിയൻസ് നിന്ന് പഠിക്കുന്നത് നിങ്ങളുടെ എക്സ്പീരിയൻസ് ആണ്. ഇത് നിങ്ങളുടെ എക്സ്പീരിയൻസ് അല്ല, വേറെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരാളുടെ എക്സ്പീരിയൻസ്. അത് പറഞ്ഞിട്ട് നിങ്ങളെ ആ വ്യക്തി കൈപിടിച്ച് നടത്തുന്ന പോലെ. ഇവിടെ രണ്ട് പേജസ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഈ ഒരു ഉദ്ദേശത്തിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാല് നിങ്ങളല്ല ഈ കാര്യം ചെയ്യുന്നത്, വേറെ ആരോ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നതാണ്. അപ്പൊ ഇത് ഉപദേശവും വഴി പറയുന്നത്, ഇങ്ങനെ നീ അവിടെ എത്തിക്കഴിഞ്ഞാൽ നീ അങ്ങനെ പോകണം, ഇങ്ങനെ പോകരുത്, കാരണം ഇവിടെ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ നിങ്ങളൊന്നും ചെയ്യുന്നില്ല, ഇവിടെ വരച്ചു വിട്ട വഴിയിലൂടെ നിങ്ങൾ പോകുകയാണ്. മനസ്സിലായോ? അപ്പൊ നിങ്ങൾക്ക് ഈ വഴി സ്വീകരിക്കാനാണ്, ഓക്കെ ഇതാണ് കുറച്ചും കൂടെ ഈസി, എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാള് പറഞ്ഞു തരുന്നതാണ്, എനിക്ക് എക്സ്പീരിയൻസ് ഒന്നും ഇല്ലെങ്കിലും കിട്ടുന്നില്ലെങ്കിലും കുഴപ്പമില്ല, എനിക്ക് ഉദ്ദേശത്തിൽ എത്താൻ പറ്റുമല്ലോ എന്നൊരു ചിന്ത ഇവിടെ വരും. ഇവിടെ ഓക്കെ മറ്റുള്ളവരുടെ ഉപദേശം കൊണ്ട്, പക്ഷെ ഞാൻ ഈ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് എത്തിയാലും എനിക്ക് എക്സ്പീരിയൻസ് ഒന്നുമില്ല, ഞാൻ ഇതിൽ നിന്നൊന്നും പഠിക്കുന്നില്ല. മനസ്സിലായോ? അതാണ് രണ്ട് തരത്തിലാണ്. അപ്പൊ ഇത് വേണോ എന്ന് നിങ്ങൾ തീരുമാനിക്കുക. ഇതാണ് നിങ്ങൾക്കുള്ള രണ്ട് ഓപ്ഷൻ. സ്വന്തം ഇഷ്ടത്തിന് പോവുക, അല്ലെങ്കിൽ മറ്റുള്ളവർ പറഞ്ഞു തരുന്ന വഴിയിൽ കൂടെ പോവുക. അതിൻ്റെതായ ന്യൂനതകൾ ഉണ്ട് രണ്ടിലും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് നിങ്ങൾ എത്തുമോ? ഇവിടെ നിങ്ങൾ പോകേണ്ട വഴികളാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യത്തിലേക്ക് എത്തുമോ എന്നാണ് അവസാനത്തെ നമ്മളുടെ ചോദ്യം. യെസ് എന്നാണ് പറയുന്നത്, നിങ്ങൾ എത്തും. ഈ വഴിക്ക് പോയാലും നിങ്ങൾ എത്തും, ഈ വഴിക്ക് പോയാലും നിങ്ങൾ എത്തും. പക്ഷെ രണ്ടു തരം സ്വഭാവമുള്ള ആളുകളായിരിക്കാം ഇത്. പലതരം സ്വഭാവമുള്ള ആളുകളായിരിക്കും കാണുന്നത്. ചിലര് അത് കുഴപ്പമൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് കാര്യം നടക്കുമല്ലോ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഈ വഴിയായിരിക്കും സെലക്ട് ചെയ്യുന്നത്. ഈ വഴി ഇല്ലില്ല, പറ്റില്ല, എന്റെ ഇഷ്ടത്തിനായിരിക്കണം, ഞാനായിരിക്കും ഡിസൈഡ് ചെയ്യുന്നത്, എനിക്ക് എന്റെ ഉദ്ദേശിച്ച സമയത്ത് എത്തണമെങ്കിൽ ഞാൻ ഇന്ന് പഠിക്കാണ്. കാരണം ഇനിയും അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ പിന്നെയും ഈ വ്യക്തിയുടെ ഹെൽപ്പ് എടുക്കേണ്ടി വരും. കാരണം ഇതിവിടെ നിങ്ങളൊന്നും പഠിക്കുന്നില്ല. അതേസമയം ഇത് നിങ്ങളുടെ സ്വന്തം ഇതിലാണ് നിങ്ങൾ പോകുന്നതെങ്കിൽ നിങ്ങളിവിടെ പഠിച്ചു കഴിഞ്ഞു. ഇനി അങ്ങനത്തെ ഒരു അവസ്ഥ വരുമ്പോൾ നിങ്ങൾക്ക് അറിയാം എന്ത് ചെയ്യണമെന്ന്, ആരെയും ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അങ്ങനെ രണ്ട് കാര്യങ്ങൾ. ഏത് വഴിക്ക് പോയാലും നിങ്ങൾ നിങ്ങളുടെ ഉദ്ദേശത്തിലേക്ക് എത്തും, അതിലൊരു പ്രശ്നവുമില്ല കേട്ടോ. ഇത് ക്യാൻസർ, പൈസസ്, സ്കോർപിയോ, ഇത് ഏരീസ് ആണ്, ഇത് കാപ്രിക്കോൺ ആണ്. ഈ സോഡിയാക് സൈൻസ് ആണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോ ചിലപ്പോ നിങ്ങളുടെ ഉദ്ദേശം ഒരു ക്വീൻ ഓഫ് കപ്സ് ആയിരിക്കും, ഒരു വിവാഹ ആലോചനയായിരിക്കാം, നിങ്ങൾ സ്നേഹിക്കുന്ന ആളെ കല്യാണം കഴിക്കുന്നതായിരിക്കാം. മനസ്സിലായോ? അപ്പോ അങ്ങനെ രണ്ട് ഇതാണ് കാണിക്കുന്നത്. എന്തായാലും നിങ്ങൾ ഉദ്ദേശത്തിലേക്ക് എത്തുമെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോ ഇതാണ് ഇന്നത്തെ റീഡിംഗ്. ഇതുവരെ എന്റെ റീഡിംഗ് കണ്ടുകൊണ്ടത് എല്ലാവർക്കും വളരെയധികം നന്ദി. എല്ലാവർക്കും ഭഗവാൻ സന്തോഷവും സമാധാനവും സംതൃപ്തിയും സമൃദ്ധിയും ആയുരാരോഗ്യ സൗഖ്യവും അനുഗ്രഹിച്ചു തരാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും സേഫ് ആയിട്ടിരിക്കുക. വീണ്ടും ഒരു റീഡിംഗുമായിട്ട് വരാം. ടേക്ക് കെയർ. ബൈ ബൈ.